Hello everyone, welcome to G-Pod Plus One Commerce and Humanities. It's me, Nafi. Yes. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതായത് ഓണം എക്സാമിൻ്റെ ഡേറ്റ് ഒരു ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെ ഉണ്ട്. ആ സമയത്ത് പ്ലസ് വണ്ണുകാർക്ക് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോൾ ഒരു ഒഫീഷ്യൽ സർക്കുലറോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇൻ കേസ് ആ ഡേറ്റ് നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ടെങ്കിൽ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓണം എക്സാമിന് നിങ്ങൾക്ക് പ്ലസ് വൺ കൊമേഴ്സിലുള്ള പോർഷൻസ് ഏതൊക്കെ, പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിന് വീഡിയോ കുറച്ചും കൂടി അപ്ലോഡ് ആവട്ടെ. അപ്പോൾ ഫസ്റ്റ് കൊമേഴ്സ് ആയിരുന്നു കാണാം. കൊമേഴ്സിന് പ്ലസ് വൺ പോർഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു G-Pod Plus One Commerce and Humanities. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കൊമേഴ്സിൽ എത്രയൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു, അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, അങ്ങനെ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ഓണം എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഡേറ്റിൽ എക്സാം നടക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പോർഷൻസിൻ്റെ ബേസിലായിരിക്കും എക്സാം നടക്കുക. ഇനി ചിലപ്പോൾ ഈ രീതിയിലായിരിക്കില്ല, വേറെ പോർഷൻസും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ആദ്യത്തെ 2 യൂണിറ്റാണ് ശരിക്കും നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഓണം എക്സാമിനുള്ളത്. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഒരു യൂണിറ്റ് മാത്രമാണ് എടുത്ത് തീർന്നതെങ്കിൽ ആ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റ് 80 മാർക്കിനാണ്, പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് 60 മാർക്കിനാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ നോക്കി വെക്കേണ്ട പോർഷൻസ്. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കേണ്ടത് യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2. യൂണിറ്റ് 1ലെ 4 ചാപ്റ്റേഴ്സും യൂണിറ്റ് 2ലെ 2 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാം. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ കിനാവ്, കാഴ്ച എന്നീ പറയുന്ന 2 യൂണിറ്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഇത് 3, അത് നിങ്ങൾ ഈ ഒരു കാര്യം നോക്കി വെക്കണം. ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഹിന്ദിയിൽ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത ആളുകളാണെങ്കിൽ ഇത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുണ്ട്, ഓണം എക്സാമിന് ഹിന്ദിയിൽ പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ അറബിയിലേക്ക് വരികയാണെങ്കിൽ ഇത്രയുമാണ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുള്ളത്, അറബിയിൽ ഓണം എക്സാമിന് പോർഷൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലസ് 1ൽ ഓണം എക്സാമിന് ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓണം എക്സാം ഉണ്ടെങ്കിൽ ഈ പോർഷൻസ് ആയിരിക്കും. ഇനി ഓണം ചിലപ്പോൾ സ്കൂൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സ് എത്ര വരെയാണ് എടുത്തത് അതിനെ ബേസ് ചെയ്തിട്ടും എന്ത് നടത്താം, ഓണം എക്സാം നടത്താം. അടുത്തത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് എന്തിനുള്ളത്, ഓണം എക്സാമിനുള്ളത്. അതായത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്നീ 3 ചാപ്റ്റേഴ്സ് ആണ് എന്തിനുള്ളത്, പ്ലസ് 1 ബിസിനസ് സ്റ്റഡീസിൽ ഓണം എക്സാം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തത് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ട് 1. ഇത്രയുമാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ അക്കൗണ്ടൻസിയിലെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, റെക്കോർഡിങ്സ് ഓഫ് ട്രാൻസാക്ഷൻ. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിയിലെ 3 ചാപ്റ്റേഴ്സും ഇന്ത്യൻ എക്കോണമിയിലെ 2 ചാപ്റ്റേഴ്സുമാണ് ഓണം എക്സാമിന് ഉണ്ടാവുക. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സ്റ്റാറ്റിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നീ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്കണോമിക് സ്റ്റാറ്റിൽ നിന്ന് ഓണം എക്സാമിന് ഉണ്ടാവുക. ഇനി എക്കണോമിക്സിൽ ഇന്ത്യൻ എക്കണോമിക്സിൽ നിന്ന് ഓണം എക്സാമിന് ചോദിക്കുക ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്ത്യൻ എക്കോണമി 1950 to 1990 എന്നുള്ള ഒരു ഭാഗമാണ് എന്ത്, അതായത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഇവ ഓഫ് ഇൻഡിപെൻഡൻസും ഇന്ത്യൻ എക്കോണമി 1950 to 1990 ഈ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് ചോദിക്കാം. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്തെങ്കിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്ലസ് 1ൽ ഓണം എക്സാമിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് പഠിക്കാൻ ഉണ്ടാവുക. ഇനി നിങ്ങൾ പൊളിറ്റിക്സ് ആണ് കോമ്പിനേഷൻ എങ്കിൽ പൊളിറ്റിക്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, ഓണം എക്സാമിന് ഉണ്ടാവുക. പൊളിറ്റിക്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനു ചോദിക്കുക, ഓണം എക്സാമിന് ചോദിക്കുക. ഇനി നിങ്ങൾ സ്റ്റാറ്റി ആണ് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് എങ്കിൽ സ്റ്റാറ്റിയിൽ സ്റ്റാറ്റി, സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, അതേപോലെ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്, സെൻട്രൽ ടെൻഡൻസി ആൻഡ് റിവിഷൻ, ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, സ്റ്റാറ്റിയിൽ ഉണ്ടാവുക. മാത്സിലും നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടാവില്ല. അതായത് മാത്സ് കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾ ഓണം എക്സാം എഴുതുന്നവരുണ്ടാകും. അവർക്ക് മാത്സിൽ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്, മാത്സിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, അതായത് സെറ്റ്സ് മുതൽ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും മാത്സിൽ നിങ്ങൾക്ക് എന്തിനുണ്ടാവുക, ഓണം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് പ്ലസ് 1 കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾക്കുള്ള ഓണം എക്സാമിൻ്റെ പോർഷൻസ്. അപ്പോൾ മാത്സ് പഠിക്കുന്നത് ശ്രദ്ധിച്ചോ, സെറ്റ്സ് മുതൽ ലീനിയർ ഇനീക്വാളിറ്റീസ് വരെയുള്ള 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു ആ ഡേറ്റിൽ ഓണം എക്സാം നടക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഏത് ചാപ്റ്റർ വരെയാണ് എടുത്തത്, ഒരു മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാത്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്ററാണ് എടുത്തെങ്കിൽ ആ 3 ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓണം എക്സാമിൻ്റെ കാര്യത്തിൽ പ്ലസ് 1കാർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്ലസ് 2 ഓണം എക്സാം എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്ലസ് 1 ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. നിങ്ങൾക്ക് കാരണം പ്ലസ് 1 പബ്ലിക് എക്സാം ചെയ്താളാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ്, മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.